ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ആദ്യമായിട്ടാണോ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പാല് പ്യുവർ നമ്മുടെ വീട്ടിലുള്ള പശുവും പാലാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, ഈ 3 സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചാലോ? ആയോ? 2 പീസായി കട്ട് ചെയ്ത് അടിപൊളി. ഇനി ഇതിനെ നമ്മൾ പിന്നെ ഇതിനെ ഉണ്ടാക്കുന്നു, പിന്നെ ഇതിനെ ഉണ്ടാക്കണം. അങ്ങനെ മൊത്തം നമുക്ക് ഇതിനെ നമുക്ക് മൊത്തം 4 പീസാക്കാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞാനിതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി, 8 നിലയ്ക്ക് പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തൊക്കെയോ നമ്മുടെ ഈ ഗോപുരം പോലെയൊക്കെ കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ഫ്ലോപ്പായി പോയി കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്നോരോന്നായി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഇടാൻ പോവാണേ. ബൗളിലേക്ക് നമ്മൾ 4 പീസാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏതും അതുപോലെ എനിക്ക് ആ ഗോപുരം പോലെ എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയതുപോലെ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാം. ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്താവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എല്ലാം ഒരു ട്രൈ ചെയ്യലാണ് ഗൈസ്. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും ഈ ഒരു പീസ് വെറുതെ കഴിക്കാനും കൂടെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു പീസ് എടുത്ത് മാറ്റുവാണേ. അപ്പം നമ്മൾക്ക് ആ വേറൊരു പീസിൻ്റെ ഇത്രയുണ്ട്, നമുക്കിത് ജ്യൂസ് അടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടും പാലും പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിക്കാം. ഓക്കെ, വരും. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തു. അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, സത്യമാണതിൻ്റെ അളവ്. ഓക്കെ, പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾക്കിതിൽ പാല്. ഓക്കെ, പാല് ഫേസറിൽ വെച്ചതിൻ്റെ കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചാലോ? ഓക്കെ, അടിപൊളി. നോക്കി, എനിക്കിപ്പോ ഒരാഗ്രഹം കേട്ടോ, ഇത് കണ്ടപ്പോ ഈ കളറിലൊരു നമുക്ക് ടോപ്പ് എടുക്കണം. അടിപൊളിയായിരിക്കും. ഓക്കെ, നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റാം. ഓക്കെ, ഗ്ലാസ്സിലോട്ട് ഒഴിക്കണേ. ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഓക്കെ, നോക്കിയിട്ട് പറയാം. പ്രത്യേകിച്ച് ഞാൻ അടിച്ചതുകൊണ്ടേ കൊള്ളാം, അടിപൊളിയുണ്ട് കേട്ടോ. അപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും അതല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് എന്തെങ്കിലും കഴിച്ചിട്ടില്ല. എൻ്റെ മക്കൾക്ക് മാത്രമേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് ഇന്നാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പാല് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ പിന്നെ പാക്കറ്റ് പാലൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള പശു പാലാണ്, പ്യുവർ നമ്മളുടെ മിൽക്കാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടമായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ് ചെയ്ത്, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ വിളിക്കട്ടെ കേട്ടോ. താങ്ക് യു.